കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അയർക്കുന്നത്ത് കൂട്ട ആത്മഹത്യ ചെയ്ത ആ ഒരു കുടുംബം. സംസ്കാരം അല്പസമയത്തിനകമാണ്. ഈ മാസം 13-ാം തീയതിയാണ് അയർക്കുന്നം ലാക്കാട്ടൂർ ചിറപ്പുറത്ത് തോമസും കുടുംബവും ആത്മഹത്യ ചെയ്തത്. ഒരാഴ്ചയോളം ചികിത്സയിലായിരുന്നു. 4 പേരും പിന്നീട് മരിക്കുകയായിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്നായിരുന്നു ഈ ഒരു ആത്മഹത്യ. സഹകരണ ബാങ്കിലെ ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. അഖിൽ കെ വിവരങ്ങൾ നൽകും. അഖിൽ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ 4 പേരുടെ ആത്മഹത്യ. ചടങ്ങുകൾ ആരംഭിച്ചോ? ഷിയാസ് 3 മണിയോടുകൂടിയാണ് മറ്റപ്പള്ളി മാർത്താ മറിയം പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ മറ്റും നടക്കുക. രാവിലെ പൊതുദർശനം, രാവിലെ 11 മണി മുതൽ തന്നെ പള്ളി ഹാളിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ, അതായത് കുട്ടിക്കൊപ്പം പഠിച്ച വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളും ഒക്കെ നിരവധി ആളുകളായിരുന്നു രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നത്. ഒരു ദുരൂഹത ആരോപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ ചാണ്ടിയുമൻ MLA അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. അവർ ഈ വിഷയത്തിൽ ചാണ്ടിയുമൻ MLA DYSPയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കണം എന്നൊരാവശ്യമടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഷിയാസ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതിൽ കൂടുതൽ വ്യക്തത വരണം. അതായത് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചിട്ടി വാങ്ങുന്ന അല്ലെങ്കിൽ ചിട്ടി വാങ്ങി എത്തിക്കുന്ന ആളായിരുന്നു ഈ മരിച്ച ജോസിന്റെ ഭാര്യ എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പണം അടയ്ക്കുന്നതിൽ ചില കാലതാമസങ്ങളും വീഴ്ചകളൊക്കെ വരുത്തിയിരുന്നു. ഇതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ആളുകൾ ഈ ചിട്ടി അടയ്ക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചു തുടങ്ങിയതോടെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇതിൽ ചില ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം പോലും കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണം. എന്താണ് ഇവർക്ക് ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയതെന്ന കാര്യത്തിലേക്കടക്കം വിശദമായ അന്വേഷണം വേണമെന്നൊരാവശ്യമാണ് ഈ മറ്റുള്ളവരുടെ നാട്ടുകാരും തന്നെ കുടുംബമൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മാസം 13-ാം തീയതിയായിരുന്നു ഇവർ രാവിലെ ഈ വീട്ടിൽ വെച്ച് ഈ കളനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് 4 പേരും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇന്നിപ്പോൾ ഈ സംസ്കാരവും മറ്റ് ചടങ്ങുകളും 3 മണിക്ക് ശേഷം നടക്കുന്നത്. ഷിയാസ്, ശരി, അഖിൽ കെ ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകി.